ഭയാനകമായ യുദ്ധത്തിനൊടുവിൽ ദാരികന്റെ അഹങ്കാരം ഭദ്രകാളി ശമിപ്പിച്ചു. പക്ഷേ ദാരികനെ വധിച്ചിട്ടും ദേവിയുടെ കോപം അടങ്ങിയില്ല. ലോകം മുഴുവൻ ആ ക്രോധാഗ്നിയിൽ വെന്തുരുകുമെന്ന് ദേവന്മാർ ഭയന്നു. രൗദ്രഭാവം പൂണ്ട് രക്തദാഹിയായി നിൽക്കുന്ന ദേവിയെ കണ്ട് ലോകം മുഴുവൻ ഭയന്നു വിറച്ചു. ദേവിയെ ശാന്തയാക്കാൻ ദേവന്മാരും ഋഷിമാരും ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പ്രപഞ്ചം തകരുമെന്ന് ഭയന്ന ദേവന്മാർ ശിവനെ അഭയം പ്രാപിച്ചു. ഒടുവിൽ ലോകരക്ഷാർത്ഥം പരമശിവൻ ഒരു കുഞ്ഞായി ദേവിയുടെ പാതയിൽ അവതരിച്ചു. ആ പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട നിമിഷം ദേവിയിലെ മാതൃത്വം ഉണർന്നു. ക്രോധം വെടിഞ്ഞ ദേവി കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അതോടെ പ്രപഞ്ചം മുഴുവൻ ശാന്തമായി. കേരളത്തിലെ മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ ദാരികവധം കഴിഞ്ഞു നിൽക്കുന്ന രൗദ്രഭാവത്തിലുള്ള കാളിയാണ്. എങ്കിലും ഭക്തർക്ക് ദേവി സർവമംഗളകാരിയായ അമ്മയായാണ് വാഴ്ത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന്, പനയന്നാർകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദാരികവധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദാരികന്റെ ശിരസ്സുമായി നിൽക്കുന്ന ദേവിയെ പ്രീണിപ്പിക്കാൻ ഭൂതഗണങ്ങൾ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ഇതാണ് പിന്നീട് മുടിയേറ്റ്, പടയണി, തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് കാരണമായത്.